എന്നിട്ട് ഇന്നലെ വേറൊരു വ്ളോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് 4 ചുവരുകൾക്കുള്ള ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നവളുമാരാണ് ഇവളുമാര്. ഈ ഇവളുമാർക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണേലും ഇനോഗ്രേഷൻ ചെയ്താണേലും ആൽബം ചെയ്താലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി. ഇവളുമാരെ പോലെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയുവല്ല രേണുസുധി. ഇവളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാൻ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത്. എനിക്ക് ഒരുത്തിയും വീട് വെച്ച് തന്നിട്ടില്ല. മക്കൾക്ക് വേണ്ടിട്ട് വെച്ച് തന്നാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരാരാണ് എന്നെ പറയാൻ? ജന്തു, നികൃഷ്ട ജീവി, ഇറങ്ങിപ്പോടി എന്നൊക്കെ. രേണുസുധിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഷഫീന ബീവിക്ക് അഗെയിൻസ്റ്റ് ആണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കുറേ ഡയലോഗ് അതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനെയൊക്കെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു സംസാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം രേണുസുധി എന്തോ വലിയൊരു സംഭവമാണെന്നാണ് പുള്ളിക്കാരത്തി ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് പുള്ളിക്കാരത്തിയുടെ തോന്നൽ മാത്രമാണ്. കാര്യം നമ്മളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് രേണുസുധി 10 പേര് അറിയാൻ തുടങ്ങിയത്. അത് വേറൊരു സത്യം. എന്തായാലും രേണുസുധി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇത്ര ജന്തു എന്നൊക്കെ വിളിക്കാൻ, നികൃഷ്ട ജന്തു എന്നൊക്കെ വിളിക്കാൻ ഇവരാരാ? ഇവരും ഒരു വിഡോയാണ്. ഈ ബീവി എന്ന് പറയുന്ന പുള്ളിക്ക് അവരുടെ പേരെന്തുവാടി? ഷെഫീൻ അത്താത്തെ. അവരും ഒരു വിഡോയാണ്, ഞാനും ഒരു വിഡോയാണ്. സോ അവരാരാ എന്നെ പറ? അവരെല്ലാരും കണ്ണടച്ച് പറയൂന്ന് പറഞ്ഞു. അതെ, അവരവരുടെ ഭർത്താവിനെ സോഷ്യൽ മീഡിയ വഴി വിറ്റിട്ട് കാശാക്കുന്നില്ല. അവർ പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ രേണുസുധിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള വീഡിയോസും പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റിയൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന്. ഞാൻ കൂടുതലായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. എന്തായാലും ബാക്കിയോടെ പറ. എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ വന്ന ഇവരെ നല്ല ഇവരെക്കാളും വലിയ അപ്പന്മാര് വന്നാലും രേണുസുധിക്ക് പേടിയില്ല. നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാനായിട്ട് പോകുന്നത്. രേണുസുധി ഇപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് അഹങ്കരിക്കുവാണ്. ഞാൻ എന്തോ അങ്ങ് വലിയൊരു നിലയിലെത്തി എന്ന തരത്തിൽ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേട്ടങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ നേട്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും അഹങ്കാരി ആവാൻ പാടില്ല. അങ്ങനെ അഹങ്കാരി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കിക്കോ. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് ആരെന്ത് തന്നു കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ തെറി വിളിക്കും. വീട്ടിൻ്റെ തന്നെ കേസ് നമുക്കറിയാമല്ലോ. എന്തായാലും നമുക്ക് ബാക്കിയോടെ കേൾക്കാം. അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എന്റെ കല്യാണം ആണെങ്കിൽ, സപ്പോസ് എന്റെ കല്യാണം ആണെങ്കിൽ എന്റെ ഭർത്താവായിട്ട് എന്തായാലും ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല. രേണുസുധി ആ വീട്ടിൽ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഇതൊന്നും നാട്ടുകാരുടെ കൺസേൺ അല്ല. മനസ്സിലായോ? നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അല്ലാതെ നാട്ടുകാർക്ക് ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല രേണുസുധി കല്യാണം കഴിക്കരുത്, വെള്ള സാരി ഉടുത്ത് വീട്ടിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഒരു യൂട്യൂബേഴ്സും വന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ ദാസേട്ടനുമായിട്ട് ഒരു റീൽ ഇറങ്ങിയ സമയത്ത് ഞാനൊക്കെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ആയിട്ടുള്ളത്. കാര്യം എന്തിനാണ് ആ ഒരു പെൺകുട്ടി എല്ലാവരും കൂടി ഇങ്ങനെ ആക്രമിക്കുന്നത്? അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പിന്നെ നിങ്ങൾ ഭയങ്കര രീതിയിൽ അത് മുതലെടുക്കുന്ന രീതി, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറങ്ങിക്കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഇവളമാരാരാ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ? പിന്നെ അതുപോലെ ഇന്നലെ വേറൊരു വ്ളോഗ്, താത്തയോട് കളിച്ചാലേ രേണുസുധി ഉദ്ദേശിക്കണമല്ല. അങ്ങനെ എങ്ങനെ അവരെന്നാ ചെയ്യുമെന്നാ അവരെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇതൊന്നും ശരിക്കും കേൾക്കാനും കാണാനും താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ഈ ഒരു വിഷയമൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്? അപ്പം നിങ്ങൾക്ക് റീച്ച് വേണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത്. ഇവിടെ എത്രയോ സെലിബ്രിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. ഇവരെല്ലാവരെയും ആൾക്കാർ പോയി ഇവർക്ക് തെറി വിളിക്കുമോ? അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഇതുപോലെ റിയാക്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നെഗറ്റീവും വരും പോസിറ്റീവും വരും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. അല്ലാതെ വെറുതെ ഇവിടെ വന്ന് നിങ്ങൾ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല ബാക്കിയോടെ കേൾക്കാം. ചെയ്യത്തില്ല. ഇതാണ് സംഭവം. ഇവളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാൻ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത്. എനിക്ക് ഒരുത്തിയും വീട് വെച്ച് തന്നിട്ടില്ല. മക്കൾക്ക് വേണ്ടിട്ട് വെച്ച് തന്നാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതെ മക്കൾക്ക് വേണ്ടിയിട്ട് വെച്ച് തന്നതാ. പക്ഷെ ഇപ്പം നാട് നീളെ ആ വീട്ടിനെ പറ്റി ആക്ഷേപം പറയുന്ന ആരാണ്? ആ മകനായിട്ടുള്ള കിച്ചു ഇന്നേ വരെ ഒരു ദോഷവും ആ വീട്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയാണ് ആ വീട്ടിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കണത്. അപ്പം നിങ്ങൾ കാണിക്കാൻ തെറ്റല്ലേ? ഇനി അതും പൊട്ട്. ആ വസ്തു തന്നെ ആ അച്ഛനെ വരെ നിങ്ങൾ മോശമായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ട് നടന്നത്. ഒന്നുമില്ലല്ലോ, ആ ഒരു മനുഷ്യന് ഒരു അച്ഛനല്ലേടെ? അതിൻ്റെ ഒരു റെസ്പെക്റ്റ് പോലും നിങ്ങൾ ആരും കൊടുത്തിട്ടൊന്നുമില്ല. അതാണ് വേറൊരു സത്യം. ഇപ്പം വീട് വെച്ചു കൊടുത്ത ആൾക്കാർക്കും പ്രശ്നം, വസ്തു കൊടുത്ത ആൾക്കാർക്കും പ്രശ്നം, പിന്നെ നിങ്ങളെ വേറെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അവർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇവരാരാണ് എന്നെ പറയാൻ? ജന്തു, നികൃഷ്ട ജീവി, ഇറങ്ങിപ്പോടി എന്നൊക്കെ. ഈ പുള്ളിക്കാരി ഈ താത്തയുടെ കെട്ടിയോനുണ്ടാക്കിയ വീട്ടിലല്ല രേണുസുധി നിൽക്കുന്നത്. അതെ, നാട്ടുകാരും ഈ പറയുന്ന KHDG ഫിറോസും എല്ലാം സഹായിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ആ ഒരു വീട് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഫിറോസിനെ തന്നെ നിങ്ങൾ ചീത്ത വിളിച്ചുകൊണ്ടല്ലേ ഇരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. ഞാൻ ആ വീട്ടിലാണ് നിൽക്കുന്നത്, ഈ വീട്ടിലാണ് നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് വീടിനെ പറ്റി വളരെ പുച്ഛത്തോടെ ആൾക്കാരുടെ അടുത്ത് പറയും വേണം. എന്നാൽ പറയും ചെയ്യും ഞാൻ ആ വീട്ടിൽ കയറത്തുമില്ലെന്ന് പറയും. എന്നാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി വെച്ച വീടാന്ന് പറയും. നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ മാറ്റിയും തിരിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വിലയിരുത്തി നോക്ക് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ യൂട്യൂബേഴ്സ് ഉണ്ടായതിൻ്റെ പേരിലാണ്
നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയത്. എൻ്റെ ഒരു വീഡിയോ ഏകദേശം 14 ലക്ഷം ആൾക്കാരായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റീച്ചാണ് കിട്ടുന്നത്. കാര്യം അത്രയും പേരുടെ ഇടയിലോട്ട് നിങ്ങളുടെ ഫേസ് ഫെമിലിയർ ആവുകയാണ്. സുധിച്ചേട്ടന്റെ മക്കളുടെ പേരിലുള്ള വീട്ടിൽ ആണ് നിൽക്കുന്നത്. അത് ഇളയ കുഞ്ഞിന് പ്രായപൂർത്തിയാകുമ്പോ എന്തായാലും വാടകയ്ക്കാണല്ലോ ഞാൻ ഇറങ്ങിപ്പോകും. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. എന്നിട്ട് ഇന്നലെ വേറൊരു വ്ളോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് 4 ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നവളുമാരാണ് ഇവളുമാര്. ഈ ഇവളുമാർക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണേലും ഇനോഗ്രേഷൻ ചെയ്താണേലും ആൽബം ചെയ്താലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി. ഇവളുമാരെ പോലെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയുവല്ല രേണുസുധി. ഇവളുമാരെ പോലെ 4 ചുമരിലും ഒരു മൊബൈലും വെച്ചുകൊണ്ട് വന്നിരുന്ന ആൾക്കാരെ കുറ്റം പറയുന്നതല്ല ഇത്. അതായത് എല്ലാ യൂട്യൂബേഴ്സിനെയും കൂടെ ആക്ഷേപിച്ചതാണ്. ഞങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം 10 പേരെ അറിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഇത്രയും ഈ പറയുന്ന റീച്ചും പിന്നെ ഇപ്പോൾ ഇത്രയും പണവും പ്രശസ്തിയൊക്കെ കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പോലും നിങ്ങൾ മറക്കുന്ന പരിപാടികളാണ് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ കൂടുതലായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കിപ്പം ഭയങ്കര പുച്ഛമായിരിക്കും യൂട്യൂബേഴ്സിനെയൊക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഇപ്പോൾ ബിഗ് ബോസിലോട്ടൊക്കെ നിങ്ങളെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എടുത്തത്? അതായത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗം സൃഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. അത് കാരണം ആരാണ്? ഈ യൂട്യൂബേഴ്സ് കാരണമാണ്. അല്ലാതെ രേണുസുധിയുടെ കഴിവും കൊണ്ടൊന്നും അല്ല. രേണുസുധി അഭിനയിച്ച ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം നല്ലതാണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യർ പറഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. രേണുസുധിക്ക് ആകെപ്പാടുള്ള ഒരു കഴിവ് ഞാൻ കണ്ടത് അത്യാവശ്യം നല്ലോണം പാട്ട് പാടും. അത് ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തി ആ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി ഇച്ചിരിയും കൂടിയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഈ വെബ് സീരീസോ ഇതൊന്നും നിങ്ങൾക്ക് ചേരുന്ന പരിപാടിയല്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ബിഗ് ബോസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കിട്ടിയ അവസരം പോലും മുതലെടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്ന് 10-30 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് മക്കളെ കാണണമെന്ന് പറഞ്ഞ് വെളിച്ചാടി. എന്നിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇപ്പം മക്കളോട് ആ ഒരു സ്നേഹമൊന്നും കാണിക്കണ്ടേ? എനിക്ക് മക്കളെ കാണണം, അമ്മയുടെ കിച്ചു, അമ്മയുടെ ഋതപ്പൻ എന്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഷോ ഓഫ് ആയിരുന്നു കിടന്ന് കാണിച്ചത്. ഇപ്പം വന്നിരുന്നിട്ട് വേറെ രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തായാലും വേറൊരു കാര്യം കൂടെ പറയാം. രേണുസുധിയുടെ പഴയ റീച്ചും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രേണുസുധിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മിക്ക യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. പണ്ടൊക്കെ രേണുസുധി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു കാണുന്നത്. ആ ഒരു റീച്ചൊന്നും ഒരിക്കലും ഇപ്പോൾ ഒരു മനുഷ്യർക്കും കിട്ടത്തില്ല. കാര്യം എന്താണ്? സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം വന്നാൽ വളരെ നന്നായിരിക്കും. എപ്പോഴും നമുക്ക് ഇതുപോലെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കാണിച്ചിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ വളരെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, ടെമ്പററിയാണ്. ഇതൊന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല. അതെപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.